ബദറിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അല്ലാതെ ബദർ കൃത്യമായി തുടക്കം മുതൽ പറഞ്ഞങ്ങനെ പോന്നാൽ 1-2 മണിക്കൂറൊന്നും പോരെ ബദർ പറയാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബിമാരെയും ഭയന്ന് അബൂ സുഫിയാനും കൂട്ടരും വേറൊരു വഴി സ്വീകരിച്ച് മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ്. പക്ഷേ അബൂജഹലും സേനയും അതാ അവർ തിരിച്ചു പോന്നിട്ടുണ്ട്, അവര് പുറപ്പെട്ടിട്ടുണ്ട് ബദറിലേക്ക്. അബൂ സുഫിയാൻ നാട്ടിലെത്തിയിട്ട് അബൂജഹലിനെ ആളെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോന്നോ? ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അബൂജഹലിന്റെ അഹങ്കാരം അതിനനുവദിച്ചില്ല. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ തലയെടുക്കാതെ തിരിച്ചു പോരുന്ന പ്രശ്നമേ ഇല്ല. അബൂജഹലിന്റെ അഹങ്കാരത്തിന് ഏറ്റ പ്രഹരമാണ് ബദർ സമരം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും ബദറിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനെ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പോകുന്നത്. ഏതായാലും യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന് കണ്ടപ്പോൾ സ്വഹാബത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് തങ്ങൾ ചോദിക്കുകയാണ്, എല്ലാവരും അഭിപ്രായം പറയണം. നമ്മൾ യുദ്ധത്തിന് പുറപ്പെടലല്ല, ഒരുക്കങ്ങളൊന്നുമില്ല. ഇവിടെ ഇതാ നമ്മൾ മക്കക്കാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുന്നു. ഏത് തീരുമാനത്തിലെത്തേക്കെത്തണം? തിരിച്ചു പോവണോ? യുദ്ധത്തിന് പുറപ്പെടണോ? സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർണായക വേളയിൽ പുന്നാര നബി തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി വർത്തിച്ചവരാണ്. അല്ലാഹു അവിടുത്തെ സ്വർഗത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. തങ്ങളോട് പറയുന്നു, ഇംളി ലിമാ അമറക്കല്ലാഹ്. നബിയെ, അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? അതുപോലെ അവിടുന്ന് നിർവഹിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കണം. ഞങ്ങൾ കൂടെയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. നബിയെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തീരുമാനമെടുക്കണം. ഞങ്ങൾ തങ്ങളോടൊപ്പമുണ്ട്. തങ്ങൾ ധൈര്യമായി നിൽക്കണം, ഞങ്ങളെ നയിക്കണം. തങ്ങളുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിന്ന് പൊരുതാൻ അവിടുത്തെ അനുചരന്മാരായ ഞങ്ങളുണ്ട് നബിയെ. അങ്ങനെയാണ് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഖൈറായ കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ട് പ്രതികരിക്കണമെന്നാണ് ബദർ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പാഠം. പള്ളിയുടെ കമ്മിറ്റി കൂടുമ്പോൾ, മദ്രസയുടെ കമ്മിറ്റി കൂടുമ്പോൾ, സംഘടനാ യോഗങ്ങൾ ചേരുമ്പോൾ, ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു മെമ്പർ അഭിപ്രായം പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനിന് ഖൈറാണെങ്കിൽ നമ്മൾ പോസിറ്റീവായ അഭിപ്രായം കൊടുക്കണം. നമ്മൾ അതിനെ പിന്തുണയ്ക്കണം. എൻ്റെ നാവ് കൊണ്ട് ഒരു വാക്ക് ദീനീ പ്രചരണത്തിന് തടസ്സമായി കൂടാ എന്ന നല്ല നിർബന്ധം പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇരിക്കട്ടെ, മുഹാജിറുകളായ സ്വഹാബത്ത് അഭിപ്രായം പറഞ്ഞു, നബിയെ, അള്ളാന്റെ തീരുമാനം, റബ്ബിന്റെ കൽപ്പന എന്താ അതനുസരിച്ചിട്ട് നമുക്ക് നീങ്ങാം. പക്ഷേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ അൻസാറുകളായ സ്വഹാബത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലെ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, നബിയെ, അവിടുന്ന് അൻസ്വാറുകളുടെ അഭിപ്രായം കിട്ടാനാണോ ചോദിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, നഅം, മുഹാജിറുകളെക്കാൾ എനിക്ക് ഇപ്പോൾ അഭിപ്രായം ലഭിക്കേണ്ടത് അൻസ്വാറുകളിൽ നിന്നാണ്. കാരണം ഞാൻ ഇന്നുവരെ നിങ്ങളോട് ചെയ്ത വഅദകൾ ലംഘിച്ചിട്ടില്ല. ഞാനും നിങ്ങളുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. മദീനത്തേക്ക് ആരെങ്കിലും ശത്രുക്കൾ വന്നാൽ അവരെ ഞങ്ങൾ നേരിടും നബിയെ. തങ്ങളെ ആക്രമിക്കാൻ അവരെ ഞങ്ങൾ അനുവദിക്കില്ല നബിയെ. പക്ഷേ ബദർ മദീനയുടെ കമ്പൗണ്ടിന്റെ പുറത്താണ്. മദീനയുടെ പുറത്തുള്ള ബദറിൽ ഇങ്ങനൊരു സമരം അരങ്ങേറുമ്പോൾ ആ ഉടമ്പടി ലംഘിക്കാൻ പാടില്ല. യുദ്ധം നടക്കുമ്പോൾ കരാറുകൾ, ഉടമ്പടികൾ, അത് ലംഘനം ഉണ്ടാവരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ കാലത്തുള്ള യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിരപരാധികൾ അറുകൊല ചെയ്യപ്പെടുന്നതാണ്. പിഞ്ചോമന മക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതാണ്.
ലോകത്ത് വലിയ നാശത്തിൻ്റെയും നശീകരണത്തിൻ്റെയും യുദ്ധങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു നിരപരാധിയും ആക്രമിക്കപ്പെടരുത് എന്ന നിർബന്ധം ഉള്ള സമരമാണ് ബദർ സമരം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസാറുകൾ അഭിപ്രായം പറയൂ. അങ്ങനെയാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നത്. നബിയെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ അവിടുത്തോട് ഞങ്ങൾ പറയുകയില്ല നബിയെ. എന്താ മൂസാ നബിയോട് ബനു ഇസ്രായേൽ പറഞ്ഞത്? മൂസാ, നിങ്ങളും നിങ്ങളുടെ റബ്ബും യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തോട് പറയൂല നബിയെ. പക്ഷേ ഞങ്ങൾ അവിടുത്തോട് പറയാ, തങ്ങളും അല്ലാഹുവും യുദ്ധം നയിക്കണം, ഞങ്ങൾ അവിടുത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കും നബിയെ. നഹ്നു അൻ യമീനിക് വനഹ്നു അൻ യസാരിക് വനഹ്നു മിൻ ബൈന യദൈക് വനഹ്നു വറാഅക്. അവിടുത്തെ മുന്നിലും അവിടുത്തെ പിന്നിലും അവിടുത്തെ വലത്തും ഇടത്തും നിന്ന് പൊരുതാൻ ഞങ്ങളുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രോത്സാഹനമാണ്! ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ വെളുക്കുന്നു, പ്രകാശിക്കുന്നു എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നബിയെ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് താഴോട്ട് എടുത്തു ചാടൂ എന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സംശയിച്ചു നിൽക്കൂല, ഞങ്ങൾ ആശങ്കിച്ചു നിൽക്കൂല, ഞങ്ങൾ എടുത്തു ചാടും. ആഴക്കടലിന്റെ നടുവിൽ കൊണ്ടുപോയി ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ രണ്ടാമത്തെ അഭിപ്രായമല്ല നബിയെ, ഞങ്ങൾ എടുത്തു ചാടും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചവരല്ലേ നബിയെ, ഞങ്ങൾ അവിടുത്തെ കൊണ്ട് അംഗീകരിച്ചവരല്ലേ നബിയെ, അവിടുന്ന് കൊണ്ടുവന്ന ഖുർആൻ അംഗീകരിച്ചവരല്ലേ നബിയെ, പിന്നെ എന്തിനാണ് തങ്ങൾ ഞങ്ങളെ വിഷയത്തിൽ ആശങ്കപ്പെടാനുള്ളത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ അവിടുന്ന് പറയാണ്, സിറൂ വഅബ്ശിറൂ ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വായിഫത്തൈൻ. രണ്ടാലൊരു സംഘത്തെ അല്ലാഹു എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ അബൂ സുഫിയാനെയും കൂട്ടരെയും നമ്മൾ പിടികൂടും, അല്ലെങ്കിൽ അബൂജഹലിനെയും കൂട്ടരെയും നമ്മൾ എതിർത്ത് ചെറുത്ത് നിന്ന് തോൽപ്പിക്കും. ഈ രണ്ടിലൊന്ന് നടക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ബദർ സമരം അൽ ഈമാനു ബില്ലാഹ്. ഒന്നാമതായി ബദറിൽ സ്വഹാബത്ത് നയിച്ച സമരത്തിൽ വിജയം ലഭിക്കാനുള്ള കാരണം അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. രണ്ടാമത് ഇതാഅത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാര് കാണിച്ച തങ്ങളോടുള്ള അനുസരണയാണ്, തങ്ങളോടുള്ള വിനയമാണ്, തങ്ങളോടുള്ള സ്നേഹമാണ്. നമുക്ക് അതിൽ നിന്നൊക്കെ അല്പാൽപ്പം പറയണം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ പുറപ്പെടുന്ന സമയത്ത് എല്ലാവർക്കും മതിയാവോളം സഞ്ചരിക്കാനുള്ള വാഹനങ്ങളില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിക്കണ്, ളുഹറിന്റെ ശേഷമുള്ള ഈ പ്രസംഗം വല്ലാത്തൊരു ബല ആണ് എന്നുള്ളത്. മുമ്പില് ഉള്ളവരൊക്കെ ഉറങ്ങിപ്പോയാൽ ബദർ കേൾക്കുമ്പം പറയുമ്പൊന്നും ഉറങ്ങാൻ പാടില്ല, അല്ലേ ഹബീബി? അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ സാബൂസ്ക അല്ലേ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അസ്രഫ് ഹാജി ഓർക്കില്ലല്ലോ? നാസറാജി പിന്നെ നല്ല ഉഷാറിൽ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ബദറിലേക്ക് എത്തിപ്പോകുന്നുണ്ട് നമ്മൾ. എല്ലാവർക്കും മതിയാവോളമുള്ള വാഹനങ്ങളില്ല. 2-3 ആളുകൾക്ക് വിഹിതം വെക്കുകയാണ് ഓരോ വാഹനം, ഓരോ കുതിരകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ. ഈ വാഹനങ്ങളെ വിഹിതം വെക്കുന്നു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്,
ഒരു സമരമുഖത്തേക്ക് പോകുമ്പോൾ ഒരു മൃഗത്തിനോട്, ഒരു മിണ്ടാപ്രാണിയോട് അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു നേതാവിനെ ചരിത്രത്തിൽ വേറെ എവിടെയാ നമുക്ക് കാണാൻ കഴിയുക? ഒരു മൃഗത്തിന്റെ മുകളിൽ 2 പേര് മാത്രമേ യാത്ര ചെയ്യാവൂ. ആ സമയത്ത് 3-മൻ നടക്കണം. അങ്ങനെ ഊഴം വെച്ച് നിങ്ങൾ ഒരാൾ നടന്നിട്ടേ ഈ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാവൂ. അല്ലാതെ ഇതിന് താങ്ങാൻ കഴിയാത്ത ഭാരം ഇതിന്റെ മുകളിൽ നിങ്ങൾ ചുമക്കാൻ ഈ മൃഗത്തിനോട് കീർത്തിക്കരുത്. ഇതിന്റെ CC എത്രയാണോ അതേ അതിന് താങ്ങാൻ കഴിയുള്ളൂ. അതിനെ നിങ്ങൾ പീഡിപ്പിക്കരുത്, ആക്രമിക്കരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊഴം വെച്ച് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മൃഗങ്ങളോടും എല്ലാ ജീവികളോടും കരുണ കാണിച്ചത് നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ എമ്പാടും കാണാൻ കഴിയുമല്ലോ, വിശദീകരിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, അലി റളിയല്ലാഹു അൻഹു തങ്ങളും മർസദ് റളിയല്ലാഹു അൻഹു തങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ നറുക്കിൽ വീണ ആളുകള്. അവർക്കാണ് അവസരം ലഭിച്ചത്. അലി റളിയല്ലാഹു അൻഹു തങ്ങളും മിഖ്ദാദ് റളിയല്ലാഹു അൻഹും പറഞ്ഞു, നബിയെ, തങ്ങളെ ഊഴം ഞങ്ങൾ 2 പേരും വിഹിതം വെച്ച് നടന്നോളാം, തങ്ങൾ നടക്കരുത്. നബിയെ, തങ്ങൾ നടക്കണ്ട, തങ്ങൾ എത്രയാണോ നടക്കേണ്ടത് അത്രയും ദൂരം ഞങ്ങൾ 2 ആളും അത് വിഹിതിച്ച് ഞങ്ങൾ നടന്നോളും. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. ഈ വാചകം പറയാത്തൊരു സ്വഹാബിയെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവർ കേട്ടു പഠിച്ചതല്ല മുത്തുനബിയെ, അവരെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഭവത്തിൽ അവർക്ക് ബോധ്യമാണ് ഇത് സാധാരണക്കാരനല്ല, ഇത് അള്ളാഹുവിന്റെ റിസാലത്തുള്ളവരാണ്, ഇത് അള്ളാഹുവിന്റെ ഹബീബായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഇത് അഷ്റഫുൽ ഖൽഖായി അള്ളാഹു ബഹുമാനം നൽകിയവരാണ്. അതുകൊണ്ട് തന്നെ ജീവൻ അർപ്പിക്കാൻ സ്വഹാബത്ത് തങ്ങളെ മുമ്പിൽ തയ്യാറായി. സ്വഹാബിമാര് പറഞ്ഞു, അലിയാരും മർസദ് തങ്ങളും പറഞ്ഞു, ഞങ്ങൾ നടക്കും തങ്ങളെ ഊഴം, തങ്ങൾ നടക്കരുത്. പക്ഷേ ലോകത്ത് നന്മകൾ ചെയ്യാൻ പ്രേരണ നൽകിയവരാണ്. ഒരു നന്മക്കുള്ള അവസരവും പാഴാക്കരുത് എന്ന് അവിടുത്തെ സമുദായത്തെ പഠിപ്പിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്കും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാനും നടക്കും. സുബ്ഹാനല്ലാഹ്, തങ്ങൾ നടക്കാൻ തയ്യാറാവുകയാണ്. ഒരു നന്മക്കുള്ള അവസരവും നഷ്ടപ്പെടുത്തരുത് എന്ന് ബദർ നമുക്ക് നൽകുന്ന പാഠമാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. തങ്ങളുടെ ഹദീസിൽ കാണാം, നന്മയായതൊന്നും നീ നിസാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും വേണ്ട എന്ന് വെക്കരുത്. കാരണം ആ പുഞ്ചിരിയായിരിക്കും നിന്റെ നന്മയുടെ തട്ടിൽ ഭാരം തൂങ്ങുന്ന സദഖയായി അമലായി വരുന്നത്. അള്ളാഹു നന്മകൾ വർദ്ധിപ്പിക്കാൻ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ നയിക്കുകയാണ് ബദറിലേക്ക്. ആ ബദർ സമരം നടക്കുന്ന ഭൂമിയുടെ സമീപത്തേക്ക് അടുത്തപ്പോൾ തങ്ങൾ വീണ്ടും അഭിപ്രായം ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുക? വളരെ ശാസ്ത്രീയമായി, വളരെ വ്യവസ്ഥാപിതമായി, വളരെ ആസൂത്രണം നിറഞ്ഞ ഒരു സമരമാണ് നമുക്ക് നയിക്കേണ്ടത്. ബദറിൻ എന്ന സമരത്തിലെ വിജയത്തിന്റെ ഏറ്റവും മർമ്മമാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. തങ്ങളെക്കാൾ ഹിക്മത്തുള്ള ഒരാളെ അല്ലാഹു വേറെ പടച്ചിട്ടില്ല. തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നമ്മൾ യുദ്ധം നയിക്കും? അവിടെയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, നബിയെ, അവിടുത്തേക്ക് വിശ്രമിക്കാനും യുദ്ധത്തിന്റെ കമാൻഡറായി ഞങ്ങളെ നയിക്കാനും ഒരു ടെന്റ് ഞങ്ങൾ നിർമ്മിച്ചു തരും, തങ്ങൾ അവിടെ നിന്നോളണം, കൂടെ സിദ്ദീഖ് തങ്ങളെയും ഞങ്ങൾ നിർത്തും, അങ്ങനെ തങ്ങൾ അവിടെ നിന്ന് നയിക്കണം.
സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. സഹാബത്ത് തങ്ങൾക്ക് ടെന്റ് നിർമ്മിക്കുകയാണ്. മസ്ജിദുൽ അരീശി ഇന്നും നമുക്ക് ബദറിൽ പോയാൽ കാണാൻ കഴിയും. അവിടെ ഇബാദത്തിൽ കഴിയുന്നു പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുക്കുകയാണ്. തങ്ങളുടെ കാവൽക്കാരനായി സിദ്ദീഖ് തങ്ങളുണ്ട്, വേറെ ചില സഹാബിമാരുമുണ്ട്. ഏതായാലും പുന്നാര നബി തങ്ങളുടെ ആ ഒരു നിർദ്ദേശങ്ങൾ എന്താണോ അതനുസരിച്ച് മാത്രമാണ് സഹാബത്ത് ബദറിൽ യുദ്ധം നയിച്ചത്. തങ്ങൾ പറയുന്നുണ്ട്, സഹാബ, ശത്രു അടുത്തു വന്നാലല്ലാതെ അമ്പുകൾ ഉപയോഗിക്കരുത്. അമ്പേർ ഫലം ചെയ്യുമെന്ന് കണ്ടാൽ മാത്രമേ അമ്പ് ഉപയോഗിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല യുക്തിയും നല്ല അറിവും നൽകിയവരാണല്ലോ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. തലേ ദിവസം രാത്രിയിൽ അവിടുന്ന് അതാ സ്വഹാബത്തിനോട് ഉറങ്ങാൻ നിർദ്ദേശിക്കുകയാണ്. മഹാന്മാരായ ഇമാമുമാര് ചർച്ച ചെയ്യുന്നുണ്ട്, നാളെ യുദ്ധം നടക്കുമ്പോൾ തലേ ദിവസം ബദരീങ്ങൾ ഉറങ്ങിയെന്ന് പറയുന്നുവല്ലോ, ആർക്ക് ഉറങ്ങാൻ കഴിയും? എങ്ങനെയാണ് ആ ഉറക്കം സഹാബത്തിന് ലഭിച്ചത്? അതിനുള്ള മറുപടിയാണ്, അത് ഈമാനിൻ്റെ ലക്ഷണമാണ്. നാളെ നടക്കുന്ന സമരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടാനില്ല, പേടിക്കാനില്ല, പിന്നെ സംശയിക്കാനില്ല. അതുകൊണ്ടാണ് സ്വഹാബിമാര് ബദറിന്റെ തലേ ദിവസം തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഉറങ്ങിയത്. നാളെ നിങ്ങൾക്ക് ഇന്ന് ഉറക്കൊഴിച്ചാൽ സമരഭൂമിയിൽ നിങ്ങൾക്ക് ക്ഷീണം പിടികൂടും. അതുകൊണ്ട് സ്വഹാബത്തെ ഇന്ന് ശരിക്ക് ഉറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. എവിടെയാണ് ഇസ്ലാമിൻ്റെ പതാക നാട്ടേണ്ടത് എന്ന് സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. സ്വഹാബിമാരുടെ അഭിപ്രായങ്ങളെല്ലാം തങ്ങൾ പരിഗണിക്കുകയാണ്. അവസാനം ഒരു തീരുമാനം പറഞ്ഞപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു, നബിയെ, അവിടെ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറ്റിക്കൂടെ? തങ്ങൾ പറഞ്ഞു, തീരുമാനിച്ചു പോയി. തീരുമാനിച്ചാൽ പിന്നെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യലാണ്, പിന്നെ സംശയിക്കാൻ പാടില്ല. സംശയിച്ചു നിൽക്കുന്നവൻ വിജയത്തിലേക്ക് എത്തൂല. തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരൂല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും അതാ ഇറങ്ങിച്ചെല്ലുന്നത്. ആദ്യമായി മുസ്ലിം സേനയിൽ നിന്ന്, ഇസ്ലാമിൻ്റെ സൈന്യത്തിൽ നിന്ന് വധിക്കപ്പെട്ട സ്വഹാബി വര്യനാരാണ്? സയ്യിദുനാ മിഹ്ജഅ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് എന്നെയും നിങ്ങളെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ സന്താനങ്ങളെയും ദീനുള്ളവരാക്കി തരട്ടെ. നമ്മുടെ മക്കളെ എല്ലാ അരുതായ്മകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മിഹ്ജഅ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് ആദ്യമായി വധിക്കപ്പെടുന്നത്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന വെള്ള ടാങ്കിൻ്റെ സമീപത്തേക്ക് പോയപ്പോൾ ശത്രുക്കൾ ആക്രമിച്ച് കൊല ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയല്ലേ വലിയ ഭീകരവാദം മുഴക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ടെന്റ് ഞങ്ങൾ പൊളിച്ചു കളയുമെന്ന് ശത്രുക്കൾ വീമ്പ് പറയുന്നത്. അപ്പോഴാണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അൻസാറുകളായ സ്വഹാബിമാരുടെ പ്രതിനിധികൾ അതാ ഇറങ്ങിച്ചെല്ലുന്നത്. ഉത്ബത്തും ശൈബത്തും വലീദുമാണ് അപ്പുറത്തുള്ളത്. ചോദിക്കുന്നു, നിങ്ങളാരാണ്? അൻസാറുകൾ അവരുടെ പേരങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ
ആ മക്കത്തെ ഖുറൈശി തലവന്മാരുടെ മറുപടി, നിങ്ങൾ അന്യരാണ്, നിങ്ങൾ വിദേശികളാണ്, നിങ്ങളോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് മുഹമ്മദ് നബിയുടെ കൂടെ നിങ്ങളെ നാട്ടിലേക്ക് വന്നവരില്ലേ, അവർ ഞങ്ങളെ കുടുംബക്കാരാണ്, ഞങ്ങളെ അയൽവാസികളാണ്, ഞങ്ങളെ നാട്ടുകാരാണ്. അവരിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞോ. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാറുകളെ വിളിക്കുകയാണ്, തിരിച്ചു കയറാൻ പറയുകയാണ്. അൻസാറുകൾ തങ്ങളെ നിർദ്ദേശം പാലിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചങ്ങ് പോയി. അതാ വിളിക്കുന്നു, യാ ഉബൈദാഖും, ഓ ഉബൈദ തങ്ങളെ നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങൾ ഇറങ്ങണം. യാ ഹംസ, ഹംസത്തുൽ കറാർ തങ്ങളെ വിളിക്കുന്നു, ഇറങ്ങാൻ പറയുന്നു. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിക്കുന്നു, ഇറങ്ങാൻ പറയുന്നു. 3 മക്കക്കാരായ മുഹാജിറുകളായ സ്വഹാബിവര്യന്മാർ മക്കക്കാരായ ഖുറൈശികളുടെ വലിയ പോക്കിരികളോട് ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം വാഗ്ദാനം നൽകിയവരാണ് ബദരീങ്ങൾ. ഹബീബ് പറയുകയാണ്, ഇന്നത്തെ സമരത്തിൽ ആരാണ് പങ്കെടുക്കുന്നത് അവർക്ക് അല്ലാഹ് സ്വർഗം നൽകുമെന്ന് ഉറപ്പാണ്. അതാ ഉബൈദ തങ്ങൾ ഇറങ്ങി, ഹംസ തങ്ങൾ ഇറങ്ങി, അലി റളിയല്ലാഹു അൻഹു തങ്ങളും ഇറങ്ങുകയാണ്. അവർക്ക് നേരെ ആയുധവുമേന്തി വന്ന ഉത്ബത്തിനെ, ശൈബത്തിനെ, വലീദിനെ നേരിടുകയാണ് അലിയാരും ഹംസ തങ്ങളും. അവർക്ക് നേരെ വന്ന ശൈബത്തിനെയും വലീദിനെയും വകവരുത്തി. 1-ാം ഘട്ടം നന്മയുടെ പക്ഷത്തിന് വിജയം നേടാൻ കഴിഞ്ഞു. ശൈബത്തിനെ ഉബൈദ തങ്ങൾ വെട്ടിയപ്പോ തിരിച്ച് ശൈബത്ത് ഉബൈദ തങ്ങളെയും വെട്ടുകയാണ്. 2 പേരും അതാ നിലം പതിക്കുന്നു. ആ സമയം ഉബൈദ തങ്ങളെ അതാ സ്വഹാബത്തെടുത്തു കൊണ്ടുപോവുകയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ടെൻറ്റിൽ പോയി കൊണ്ടുപോയി കിടത്തുകയാണ്. ഉബൈദ തങ്ങൾക്ക് നേരെ വന്ന ഉത്ബത്തിനെ അലിയാർ ചെന്ന് വധിക്കുകയാണ്. ശത്രുപക്ഷത്തുള്ള 3 കക്ഷികൾക്കും പരാജയം കൊടുക്കുകയാണ്, അള്ളാഹു കൊടുക്കുകയാണ്. മുസ്ലിം പക്ഷത്തുള്ള 3 പേരും വിജയക്കൊടി പാറ്റുന്നു. ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ മുറിക്കപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ കാലുകൾക്ക് മുറിവ് അതാ പറ്റിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഉള്ള ടെൻറ്റിൽ കൊണ്ടുപോയി ഉബൈദ തങ്ങളെ കിടത്തിയപ്പോൾ, ഓ സുഹൃത്തുക്കളെ, അവിടെ അതാ പ്രവാചക പ്രേമികൾക്ക്, ആശിഖീങ്ങൾക്ക് ഹബീബിനോടുള്ള ഹുബ്ബ് എന്താണെന്ന് ഉബൈദ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങളുടെ കാൽപാദത്തിലേക്ക് ഉരുണ്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ശറഫായ കാൽപാദത്തിൽ ഉമ്മ വെക്കുകയാണ്. ചുംബനം നടത്തിയിട്ട് ചോദിക്കുകയാണ് ഉബൈദ തങ്ങൾ, അലസ്തു ഷഹീദാ യാ റസൂലല്ലാഹ്, നബിയേ യുദ്ധഭൂമിയിൽ ജീവൻ പോയില്ലല്ലോ, ശത്രുവിൻ്റെ ഒറ്റ വെട്ടങ്ങ് കൊണ്ടിട്ട് മരിച്ചു പോയില്ലല്ലോ, ഞാൻ യുദ്ധഭൂമിയിൽ നിന്ന് അവിടുത്തെ മുന്നിലെത്തിയല്ലോ, ഇനി ഞാൻ മരണപ്പെട്ടാൽ ഞാൻ ഷഹീദാകുമോ നബിയേ? ഞാൻ ഷഹാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ആളാകുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻത ഷഹീദ്. ഉബൈദ്, നിങ്ങൾ വിഷമിക്കണ്ട, സംശയിക്കണ്ട. ഉബൈദ, നിങ്ങളും ഷഹീദാണ്, നിങ്ങൾക്കും ഷഹാദത്തിൻ്റെ കൂലി അള്ളാഹു നൽകുന്നതാണ്. തിരിച്ചു മദീനയിലേക്ക് ബദർ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ദഫ്രാനിൽ വച്ച് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്.
ബദറിൽ ഹബീബായ നബി തങ്ങൾ എത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം ആ ബദറിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തങ്ങൾ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ്. സഹാബത്തിനോട് പറയുന്നുണ്ട്, ഹാദാ മസ്റഉ ഫുലാൻ, ഇവിടെയാണ് ഉത്ബത്തിന്റെ അവസാനം, ഇവിടെയാണ് ശൈബത്തിന്റെ വധിക്കപ്പെടുന്നത്, ഇവിടെയാണ് വലീദിന്റെ അന്ത്യം കുറിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഓരോ തലവന്മാരുടെ, ഖുറൈശികളിൽപ്പെട്ട പ്രമുഖന്മാരുടെ, ശത്രുക്കളുടെ നേതാക്കളുടെ പേര് പറഞ്ഞിട്ട് അവർ അതാ വധിക്കപ്പെടുന്ന സ്ഥലം കൃത്യമായി തങ്ങൾ മാർക്ക് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധം കഴിഞ്ഞു നോക്കിയപ്പോൾ തങ്ങൾ തലേ ദിവസം പറഞ്ഞ മാർക്ക് ചെയ്ത് കാണിച്ചു തന്ന ആ സ്ഥലത്തിൽ നിന്ന് ഒരാളും ഒട്ടും പിഴച്ചു പോയിട്ടില്ല. അവിടെ തന്നെ അവരുടെ അവസാനം നടന്നു. സുഹൃത്തുക്കളെ, ബദർ സമരം നമുക്ക് 1-2 ദിവസം മാത്രം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, ബദറിൽ 313 സ്വഹാബിമാരാണ് സമരത്തിൽ പങ്കെടുത്തത്. എന്നാൽ 364 സ്വഹാബിമാരുണ്ട്, 370 ചില്ലാനം ബദരീങ്ങളുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇമാമുമാരതിന് തീരുമാനം പറഞ്ഞത് 313 ആളുകൾ സമരത്തിൽ പങ്കെടുത്തവരാണ്. അതിൻ്റെ പുറമെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് പല ഡ്യൂട്ടിയും ഏൽപ്പിച്ചവരാണ്. കാരണം കൊണ്ട് അവരിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോകാൻ അനുവദിച്ചവരാണ്, അല്ലെങ്കിൽ മദീനയിൽ നിൽക്കാൻ തങ്ങളുടെ നിർദ്ദേശമുള്ളവരാണ്. അവർക്കും ബദറിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അവരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളുടെ ഭർത്താവാണല്ലോ ഉസ്മാൻ തങ്ങൾ. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ബദർ നടക്കുന്ന ദിവസം രോഗിയാണ്. അപ്പോൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിചരണം നടത്താൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സമരമുഖത്തേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ രോഗിയായി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ പരിചരണം ആ സ്ത്രീക്ക് ലഭിക്കാതെ ഒരു സ്ത്രീ കഷ്ടപ്പെടരുത്, വേദനിക്കരുത്, പ്രയാസപ്പെടരുത് എന്ന് ചിന്തിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ യുദ്ധത്തിൽ എത്ര സ്ത്രീകളാണ് മരണപ്പെടുന്നത്, വധിക്കപ്പെടുന്നത്, എത്ര ചെറിയ പിഞ്ചു കുരുന്നുകളാണ്. അള്ളാഹു ലോകത്തെങ്ങും സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളെ അള്ളാഹു പിടിച്ചുകെട്ടട്ടെ. എല്ലാ തീവ്രവാദ ഭീകരവാദ ശക്തികളെയും ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ റുഖയ്യാനെ പരിചരിക്കണം, നിങ്ങൾ ബദറിൽ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു തരും. ഒരു ലീഡർ സമൂഹത്തിലെ നാനാ തലങ്ങളിലുമുള്ള ആളുകളെ, ജനങ്ങളെ പരിഗണിക്കുന്നു എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എല്ലാവരെയും പരിഗണിച്ച ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആരാണ്? മുഅദ്ദിനു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ വാങ്ക് കൊടുക്കുന്ന ആളാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമ്മി മക്തൂം തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം തങ്ങളെ മദീന പള്ളിയിൽ വാങ്ക് ഏൽപ്പിച്ചു. അങ്ങനെയാണ് പെരുന്നാളൊക്കെയാണ് വരുന്നത്. നാട്ടിൽ നിന്ന് എല്ലാവരും സിയാറത്ത് ടൂറിന് പോകുമ്പോൾ പള്ളിയിലെ വാങ്ങും ജമാഅത്തും നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ചിന്ത കമ്മിറ്റിമാർ ഭായികൾക്കുണ്ടാകണം. അല്ലെങ്കിൽ ഉസ്താദുമാർ ലീവിന് പോകുമ്പോൾ പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെടരുത് എന്ന നിർബന്ധം ഇമാമുമാർക്കുണ്ടാകണം. പകരം ആളെ നിർത്തിയിട്ടാണ് പോകേണ്ടത്. അത് ബദറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തെ വാങ്കും ജമാഅത്തൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മദീനയിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ച സ്വഹാബത്തുണ്ട് ബദരീങ്ങളിൽ. അവർക്കും ബദരീങ്ങളുടെ ശുഹദാഇന്റെ പ്രതിഫലം ഉണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ നടക്കുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നേരത്തെ പോയി വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ, അലി റളിയല്ലാഹു അൻഹു തങ്ങൾ, അവരെ രണ്ടുപേരെയും വിളിച്ചു. ഒരു സമയം സഅദ് തങ്ങളെയും വിളിച്ചു, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ. എന്നിട്ട് പറഞ്ഞു, യൽതമിസൂനൽ ഖബർ, കാര്യങ്ങളൊക്കെ വിലയിരുത്തി വരണം. അപ്പം ബദർ നടക്കുന്നതിന് മുമ്പ് പോയപ്പോൾ അവിടെ ഒരു കുട്ടി, 2 മക്കളുണ്ട്. അവരെ രണ്ടുപേരുടെയും കയ്യിൽ കൊടികളുണ്ട്, 2 കൊടികളുണ്ട്. അവരെ കൊണ്ടുവന്ന് തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ തങ്ങൾ അവിടെ നിസ്കരിക്കുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവരാദ്യം പറഞ്ഞു, ഞങ്ങൾ അബൂ സുഫിയാൻ്റെ ആൾക്കാരാണ്, ഓൽക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ആ മക്കളെ അലിയാനൊന്ന് ഒരു കൊട്ടു കൊടുത്തു, ഒന്ന് പേടിപ്പിച്ചു, സത്യം പറയണം എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശി സംഘത്തിൽ വേറൊരു സംഘമുണ്ട്, അവരുടെ വെള്ളം കോരാൻ വേണ്ടി അയച്ച മക്കളാണ്. അപ്പോൾ അവരെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പം ചോദിച്ചു, അല്ല അലിയാരെ, നിങ്ങൾ ആ 2 മക്കൾ സത്യം പറഞ്ഞപ്പോൾ അടിച്ചു, കളവ് പറഞ്ഞപ്പോൾ വെറുതെ വിട്ടു. അവർ അബൂ സുഫിയാൻ ആളുകളായിരുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല അദൃശ്യമായ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ബദറിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും തലേ ദിവസം രാത്രിയിൽ ആ ടെന്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ്. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസ്ബ, നാളെ നടക്കുന്ന സമരത്തിൽ എൻ്റെ ഈ ചെറുസംഘമാകുന്ന അനുയായികൾ പരാജയപ്പെട്ടാൽ ലം തുഅബദ് അബദാ, അല്ലാഹുവേ ഒരു കാലത്തും നിനക്ക് ഈ ലോകത്തെ ആരാധന നടക്കുകയില്ല, ഇബാദത്ത് നടക്കുകയില്ല. അതുകൊണ്ട് നാളെ ഈ ധർമ്മസമരം വിജയിച്ചേ പറ്റൂ. അള്ളാഹുവിനോട് സഹായത്തിന് വേണ്ടി ദുആ ചെയ്തു. ഓ സുഹൃത്തുക്കളെ, ആ ദുആഇന്റെ ഇജാബത്താണ് ബദർ സമരത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. ബദറിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കിയത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നബിയെ, അവിടുന്ന് അള്ളാഹുവിനോട് സഹായം തേടിയപ്പോൾ അവിടുത്തേക്ക് ഉത്തരം ലഭിച്ചത് അവിടുത്തേക്കറിയില്ലേ നബിയെ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയപ്പോൾ അവിടുത്തേക്ക് നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ലയോ നബിയെ? അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് 1000കണക്കിന് മാലാഖമാരെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് നാം നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം നൽകിയിട്ടില്ലയോ? അപ്പൊ ബദർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന് അല്ലാഹു നൽകിയ ഇജാബത്താണ് ബദർ. അല്ലാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. അസ്മാഉൽ ബദർ എല്ലാ ദിവസവും ചൊല്ലിയാൽ അപകടങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അസ്മാഉൽ ബദർ ഏതെങ്കിലും രോഗികൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ശിഫാ കൊടുക്കും. രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ബദർ ചൊല്ലുക. മഹാന്മാര് പറയുന്നു, അതൊരു 3 ദിവസം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരവും ചൊല്ലിയാൽ ഏത് രോഗമാണെങ്കിലും ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹു അവർക്ക് ശിഫ കൊടുക്കും. 3 ദിവസം ചൊല്ലി മാറ്റമുണ്ട്, പരിപൂർണമായിട്ട് മാറണമെങ്കിൽ ഒരു 5 ദിവസം കൂടുതൽ ചൊല്ലുക. അങ്ങനെ ഓരോ ദിവസങ്ങളിലും അസ്മാഉൽ ബദർ പതിവാക്കിയാൽ വലിയ പ്രതിഫലമുണ്ട്, വലിയ നേട്ടമുണ്ട്. മൻ കതബ അസ്മാഅഹും വജഅല ഹിർസൻ അലാ നഫ്സിഹി, ആരെങ്കിലും ബദരീങ്ങളുടെ പേര് എഴുതുകയും അത് സ്വന്തത്തിന് കാവലാക്കുകയും ചെയ്താൽ
ഔ വദഅഹാ ഫീ ബൈതിഹി ഔ മതാഇഹി ഹുബ്ബൻ ലഹും വശൗഖൻ ഇലൈഹിം. ബദരീങ്ങളാകുന്ന സ്വഹാബത്തിനെ സ്നേഹിച്ചുകൊണ്ട് മഹബത്ത് വെച്ചുകൊണ്ട് വീട്ടിലോ അല്ലെങ്കിൽ കടയിലോ ആരെങ്കിലും അസ്മാഉൽ ബദ്ർ എഴുതി സൂക്ഷിച്ചാൽ ഹഫിളഹുല്ലാഹു അനിൽ ബലായാ വൽ ആഫാതി വൽ ഹറഖ് വൽ ഗറഖ് വസ്സറഖ് വഇസാബത്തി സിഹർ വൽ ഐനി വൽ ജിന്നി വശയാതീനി വൽ വബാഇ വത്താഊനി വൽ ബർസി വൽ ജുദാമി വൽ ജുനൂൻ. ശരീരത്തിൽ ഭ്രാന്ത് പോലോത്ത അസുഖം മേൽക്കൂല, കണ്ണേറും സിഹറും മേൽക്കൂല, പൈശാചിക ഉപദ്രവങ്ങളേൽക്കൂല. അതുപോലെ വെള്ളപ്പാണ്ട് പോലെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാമാരികളിൽ പെട്ടുപോകൂല. എല്ലാത്തിൽ നിന്നും അസ്മാഉൽ ബദർ കാവലാണ്. നിങ്ങൾ ആലോചിച്ചു, എത്ര വലിയ ഓഫറാണ് മഹാന്മാര് പറയുന്നത്. ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, തീപിടുത്തത്തിൽ നിന്ന്, പ്രളയത്തിൽ നിന്ന്, കവർച്ചയിൽ നിന്ന് നമ്മളുടെ ബിസിനസ്സുകൾ, നമ്മളുടെ കടകൾ, നമ്മളുടെ കച്ചവടങ്ങളൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ അസ്മാഉൽ ബദർ എഴുതി വച്ചാൽ അത് വലിയ കാവലാണ് എന്ന് മഹാന്മാർ അല്ലാമ സയ്യിദ് മുഹമ്മദ് ഹഖിൻ നാസിലി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമുക്ക് കാവൽ തരട്ടെ. വമൻ ഖറഅഹാ ലിഅയ്യി ഗറദിൻ നാലഹു, ഏത് ആവശ്യമാണ് നിറവേറാനുള്ളത് അസ്മാഉൽ ബദർ ഒരാൾ ആ ആവശ്യം സാധിച്ചു കിട്ടാൻ നിയ്യത്ത് ചെയ്ത് ചൊല്ലിയാൽ നാലഹു, ആ കാര്യം അയാൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ അസ്മാഉൽ ബദർ പാരായണം ചെയ്താൽ അയാളുടെ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കുന്നതാണ്. അലാ കതീരിൻ മിൻ ദവിൽ അംറാദി വൽ ഔജാഇ, അതേ എല്ലാ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ശമനം പ്രാപിക്കാൻ അസ്മാഉൽ ബദർ മതിയാകുന്നതാണ്. സ്വബാഹൻ വമസാഅൻ, രാവിലെയും വൈകുന്നേരവും രോഗികൾ ചൊല്ലണം. സലാസത്തെ അയ്യാമിൻ, 3 ദിവസം, ഔ ഖംസ, അല്ലെങ്കിൽ 5 ദിവസം, ഔ സബ്അ ഇലാ അശ്റ, അല്ലെങ്കിൽ 7ഉം 10ഉം ദിവസം ചൊല്ലണം. എന്നാൽ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം തരുന്നതാണ്. ഇങ്ങനെ ബദരീങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ, ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും ബദരീങ്ങളെ അല്ലാഹു കാവലാക്കി തരട്ടെ. സാധാരണഗതിയിൽ നമ്മൾ ബദർ മൗലിദ് ഓതുമ്പോൾ ആ ബദർ മൗലിദിൻ്റെ ഹദീസുകളിൽ ബദരീങ്ങളുടെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ ഉറങ്ങും അല്ലേ? നമ്മളിൽ പലരും ഉറങ്ങിക്കളയലാണ്. അങ്ങനെ ഉണ്ടാവരുത്. അല്ലെങ്കിൽ സംസാരിക്കും പാടില്ല. ബദരീങ്ങളെ പേര് പറയുമ്പോൾ സംസാരിക്കരുത്. ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ അന്നദ്വാ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ അല്ലേ? ബദരീങ്ങളുടെ പേര് പറയുന്ന സമയത്തുള്ള പ്രാർത്ഥന ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. കാരണം അവർ ഇസ്ലാമിൻ്റെ സന്ദേശം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. അവരെ പേര് പറയുമ്പോൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ, അവരെ മുഹിബ്ബീങ്ങൾ ദുആ ചെയ്യുന്നുവോ അല്ലാഹു തആല ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ആ ദുആക്ക് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ബദരീങ്ങളുടെ പേരുകൾ നമ്മളുടെ വീടുകളിൽ നിന്ന് റമദാൻ 17-ൻ്റെ രാവും 17-ൻ്റെ പകലിലും പ്രത്യേകിച്ചും എല്ലാ ദിവസവും മൊത്തത്തിലും നമ്മളുടെ വീടുകളിൽ നിന്ന് അസ്മാഉൽ ബദർ പാരായണം നടക്കണം. അസ്മാഉൽ ബദർ നമ്മുടെ വീട്ടിൻ്റെ ചുമരിൽ ഭിത്തിയിൽ നമ്മൾ എഴുതി സൂക്ഷിക്കണം. അസ്മാഉൽ ബദർ നമ്മളുടെ കച്ചവടം നടക്കുന്ന, ബിസിനസ് നടക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഓഫീസിൽ നമ്മൾ വളരെ ബഹുമാനത്തോടെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അസ്മാഉൽ ബദർ നമുക്ക് എല്ലാ മുസീബത്തിൽ നിന്നും, തീപിടുത്തത്തിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് വലിയ കാവലാണ്. അള്ളാഹു ബദരീങ്ങളെ കൊണ്ട് എല്ലാ മുസീബത്തൊന്നും നമുക്ക് വലിയ കാവൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കാതെ
ബദറിലെ അസ്മാഉൽ ബദർ, ബദരീങ്ങളെ പേര് എഴുതിയത് വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതി നമ്മളെ വീടുകളിൽ സൂക്ഷിക്കാൻ. ബദരീങ്ങളുടെ ഈ സമയത്ത്, ആണ്ടുനേർച്ചയുടെ സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ദിവസവും കൂടിയാണ്. റമദാൻ 15. അല്ലാഹു മഹദിയുടെ ദറജ ഉയർത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4ാമത്തെ പൗത്രിയാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ നിന്ന് മിസ്റിലേക്ക് വന്നവരാണ് അവരും കുടുംബവും. വീട്ടിൽ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ ഇരുന്ന് ഖുർആൻ ഖത്തുമുകൾ ആയിരക്കണക്കിന് തവണകളിൽ ഓതി തീർത്തവരാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഏത് പ്രതിസന്ധികൾ മിസ്റുകാർക്കുണ്ടെങ്കിലും അവരെടുത്ത് പോയിട്ട് പ്രയാസം പറഞ്ഞാൽ ദുആ ചെയ്തു കൊടുക്കും. നഫീസ ഉമ്മ ദുആ ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നീക്കി കൊടുക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളടക്കമുള്ള മഹാന്മാർ ആ ദുആ വളരെ പ്രതീക്ഷയോടുകൂടി സ്വീകരിച്ചിരുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഭർത്താവ് അവിടുത്തെ ജനാസ മദീന മുനവറയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു. ജന്നത്തുൽ ബഖീൽ മറമാടാൻ ആഗ്രഹിച്ചു. മിസ്റുകാര് വന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോകരുത്, ഞങ്ങളെ നാട്ടിൽ തന്നെ നഫീസ ഉമ്മാനെ നിങ്ങൾ മറവ് ചെയ്യണം. അവിടുത്തെ ഹയാത്തുകാലത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഓടിച്ചെല്ലാറുള്ള കേന്ദ്രമാണ് നഫീസത്തു താഹിറത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് നിങ്ങൾ നഫീസ ഉമ്മാന്റെ ജനാസ മിസ്റിൽ നിന്ന് കൊണ്ടുപോകരുത്. അവിടുത്തെ ഭർത്താവ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രിയിൽ അകത്തേക്ക് കയറുന്നു. അവിടുന്നതാ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നു. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അല്പസമയം അങ്ങ് ഉറങ്ങിയപ്പോൾ മനാമിൽ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാഖ് എന്ന മഹാനായ നഫീസത്തുൽ മിസ്രിയ ഉമ്മാന്റെ ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ നഫീസ ഉമ്മാന്റെ ജനാസ മിസ്റിൽ തന്നെ മറവ് ചെയ്യണം, ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുവരേണ്ടതില്ല. മിസ്റുകാർക്ക് നഫീസ ഉമ്മാന്റെ ഖബർ മിസ്റിലായാൽ അവർ മുഖേന അല്ലാഹു റഹ്മത്ത് ചെയ്യുമല്ലോ. അങ്ങനെയാണ് നഫീസ ഉമ്മാന്റെ ഖബർ മിസ്റിൽ തന്നെ രൂപപ്പെട്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷമാകുന്ന റമദാൻ പകുതി നമ്മളോട് വിട പറയുമ്പോൾ, ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്ന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് ഒരു ആത്മവിചിന്തനം നടത്തേണ്ടുന്ന സന്ദർഭമാണിത്. അള്ളാഹു ഒരുപാട് തവണ ഖത്മ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.